വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. പരിശുദ്ധ ദൈവമാതാവേ, സുവിശേഷത്തിൻ്റെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിനെ ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഈ മണിക്കൂറിൽ ദൈവാത്മാവ് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തി തരാനും ആ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾക്കുള്ള സർവ്വതും സമർപ്പിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിനെ നമ്മെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്കുള്ള സർവ്വതിനെയും പ്രതിഷ്ഠിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ ദിവസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ്. ആത്മാവിൻ്റെ വലിയ പ്രചോദനത്തിലും ആത്മാവിൻ്റെ ശക്തിയുടെ പ്രവർത്തനത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്തിനു വേണ്ടിയാണ് നമ്മിൽ നിറയുന്നത് എന്നതിനെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധാത്മാവേ എന്നിൽ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരദാനങ്ങൾ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ നിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ വഴി നടത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങൾ, എന്നാൽ പലപ്പോഴും പല ധ്യാനങ്ങൾ കൂടിയിട്ടും ഇതേപോലെ തന്നെ അനേക ധ്യാനങ്ങൾ കൂടിയിട്ടും ആത്മാവിൻ്റെ അതിശക്തമായ ഒരു നയിക്കപ്പെടൽ പലർക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി നൽകപ്പെട്ടുവോ ആ നൽകപ്പെട്ടതിൻ്റെ ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തുന്നില്ല എന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി നൽകപ്പെട്ടു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് എന്ന് പറയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തി പാപിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്, അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് വരുന്നു എന്ന തിരിച്ചറിവുള്ളവനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവനുമാണ് ആത്മാവിൻ്റെ വലിയ വെളിപ്പെടുത്തൽ ലഭിക്കുക. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്തിനു വേണ്ടിയാണ് അങ്ങ് എന്നിൽ വന്ന് നിറയുന്നത്? ഏത് ലക്ഷ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുന്നു എന്ന തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി, ആ ലക്ഷ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന വ്യക്തിക്ക് ആത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. യെശയ്യായുടെ പ്രവചനം 40:28 മുതൽ വചനങ്ങളിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഒരു വ്യക്തി കഴുകനെ പോലെ ചെറുകടിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലുടനീളം നോക്കാം. ജെഫ്ത എന്ന് പറയുന്ന വേശ്യയുടെ പുത്രനിൽ ജനിച്ച ജെഫ്ത പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി മാറി. ആട്ടിടയനായിരുന്ന ദാവീദ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ രാജാവായി മാറി. മീൻപിടുത്തക്കാരനായ പത്രോസ് സഭയുടെ തലവനായി മാറുന്നത് ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിലാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതേ വിളി തന്നെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ആയിത്തീരേണ്ട ഒരു അവസ്ഥയുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:14 ഈശോ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഭൂമിയുടെ പ്രകാശമായി മാറണം. ഹല്ലേലൂയ. ഭൂമിയുടെ പ്രകാശമായി മാറാൻ വേണ്ടി
ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ വചനം പറയുകയാണ്, നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്, നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ചുയരണം. കഴുകൻ്റെ പ്രത്യേകത എന്താണ്? കഴുകൻ്റെ പ്രത്യേകത അത് ഉയരത്തിൽ പറക്കും എന്നതല്ല, പിന്നെ അത് ഏറ്റവും ഉയരത്തിൽ പറക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായ നാം ഓരോരുത്തരുടെയും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരുടെയും വിളി ഇതാണ്. ഈ ലോകത്തിൽ നമ്മളിൽ ഓരോരുത്തരിലും ദൈവാത്മാവ് ഒരു ഡോമിനന്റ് ടാലന്റ് തന്നിട്ടുണ്ട്. ഈ ടാലന്റ് കണ്ടെത്തി ഈ ലോകത്തിന്റെ നെറുകയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും വിളി. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്തിനു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ലോകത്തിന്റെ നെറുകയിലൂടെ നിന്നെ എന്തിനു എത്തിക്കുന്നു? എന്തിനു നിനക്ക് നല്ലൊരു ജോലി തരുന്നു, നല്ലൊരു ക്വാളിഫിക്കേഷൻ തരുന്നു? എന്തിനാണ് നിനക്ക് രോഗസൗഖ്യം നൽകുന്നത്? എൻ്റെ മക്കളെ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് ഏക ലക്ഷ്യമേ ഉള്ളൂ. അത് ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന് സാക്ഷിയായി മാറുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന് സാക്ഷിയായി മാറാൻ തീരുമാനമെടുക്കുന്ന അന്ന് തൊട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തും. സാക്ഷ്യം വഹിക്കാൻ നിനക്ക് തീരുമാനമുണ്ടെങ്കിൽ നിന്റെ ഇന്നലെ വരെയുള്ള എല്ലാ പരാജയങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റും. നാളിതുവരെ പാപം ചെയ്ത് അശുദ്ധിയിൽ ജീവിച്ച് ഉഴപ്പ് നടന്ന് പരാജയപ്പെട്ട് ലോകത്തിൽ ആർക്കും വേണ്ടാത്തവനെ പോലെ നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കളെ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ചവറ്റുകുട്ടയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുയർത്തും. പക്ഷെ ഒറ്റ തീരുമാനം നിനക്കുണ്ടാകണം, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, യേശുക്രിസ്തു മരിച്ചത് 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒന്ന്, പാപത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന എല്ലാത്തരം തകർച്ചയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തതാണ് അതിലും പ്രധാനമായിട്ടുള്ളത്. വചനം പറയുകയാണ്, ഈ ലോകത്തിൽ നീ ചെയ്യേണ്ട സൽപ്രവൃത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇതാണ്, ലോകത്തിൽ നാം ചെയ്യേണ്ട വലിയ സൽപ്രവൃത്തികളുണ്ട്. ഈ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ മക്കളെ നമ്മളെ ദൈവം പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വിശുദ്ധീകരിച്ച് ആത്മാവിനാൽ നിറയ്ക്കുന്നത്. ലോകത്തിൻ്റെ പ്രകാശമായി മാറണം. പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രകാശം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അത് കത്തിക്കുക എന്നുള്ളതല്ല. എന്താണ് പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി? പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി അത് അന്ധകാരത്തെ മാറ്റുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിൽ, സമൂഹത്തിൽ ഇന്ന് അന്ധകാരം നിറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയാണ് ഒരു പ്രകാശമായി മാറാൻ, ഒരു പ്രകാശ ഗോപുരമായി മാറാൻ. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരിത്തിരി വെട്ടമെങ്കിലും കൊടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വരികയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാമത്തെ വചനം പറയുകയാണ്, ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവൻ ജീർണതയ്ക്ക് അടിപ്പെട്ടിരിക്കുന്നു. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നോക്കാം, ചുറ്റുമുള്ള ലോകത്തെ മുഴുവനും കണ്ണോടിക്കുകയാണെങ്കിൽ, പേപ്പർ എടുത്ത് വായിക്കുകയാണെങ്കിൽ, വാട്സാപ്പ് നോക്കുകയാണെങ്കിൽ, ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ, എവിടെ നോക്കിയാലും പാപം പെരുകുന്ന ഒരു ലോകത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂട്ടുകാരെ നോക്കുക, നിങ്ങളായിരിക്കുന്ന ക്യാമ്പസുകൾ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലങ്ങൾ, ഇവിടെ ഒന്ന് പരിശോധിച്ചാൽ അറിയാം, പാപം അനുനിമിഷം പെരുകിക്കൊണ്ടിരിക്കുന്നു. പിശാച് അനേകരെ അടിമപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായി അനേകരുടെ ജീവിതങ്ങൾ ദുഃഖവും ദുരിതവും രോഗവും പട്ടിണിയും ദാരിദ്ര്യവും. ഇവിടെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചുവെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്, ഈ അന്ധകാരത്തിൽ പതിക്കുന്ന ലോകത്തിന്, ജീർണതയിൽ പതിക്കുന്ന ലോകത്തിന്, എൻ്റെ കുഞ്ഞെ, നിനക്കൊരു പ്രത്യേകമായ ദൗത്യമുണ്ട്. ഈ ലോകത്തിനൊരു പ്രകാശം പകർന്നു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതം യേശുക്രിസ്തു ഏറ്റെടുത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെപ്പോലെ 1991 ഞാനൊരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എനിക്ക് മനസ്സിലായി. അതിൻ്റെ പഠനമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി, അതിൻ്റെ ജോലിയല്ല എന്ന തിരിച്ചറിവുണ്ടായി, അത് സമ്പത്തുണ്ടാക്കുകയല്ല എന്ന തിരിച്ചറിവുണ്ടായി. മറിച്ച് എൻ്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം ക്രിസ്തുവിനെ കൊടുക്കലാണെന്ന് 1991 ഫസ്റ്റ് റിട്രീറ്റ് എനിക്ക് മനസ്സിലായി. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ റീഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എവിടെയൊക്കെ പോയാലും there was only one aim, to proclaim the good news. എൻ്റെ ജീവിതം കൊണ്ട്,
പലപ്പോഴും വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ജീവിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മക്കളെ, അന്ന് തൊട്ട് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഞാൻ ഇവിടുന്ന് ഏകദേശം 300 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെ കബനിഗിരി എന്ന് പറയുന്ന കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് ബോർഡറോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ഒരു കാർഷിക കുടുംബം, സാധാരണ കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ തന്നെയാണ് +1 പഠിക്കുക. പക്ഷെ എന്ന് ഞാൻ ക്രിസ്തുവിനെ പൂർണ്ണമായി അറിഞ്ഞോ, എന്ന് തൊട്ട് ഞാൻ സാക്ഷ്യത്തിന് വേണ്ടി തീരുമാനിച്ചോ, അന്ന് തൊട്ട് ദൈവം മത്തായിയുടെ സുവിശേഷം 6:33 ഏറ്റവും വലിയൊരു വാഗ്ദാനം പറയുന്നുണ്ട്. ഇതാണ് വാഗ്ദാനം: ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നോക്കുക, ബാക്കിയുള്ളതെല്ലാം യേശു ക്രിസ്തു കൂട്ടിച്ചേർക്കും. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുകയും ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ ധ്യാനം കൂടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സൗജന്യ ദാനമാണ്. ഹല്ലേലൂയ. നീ തേടുന്നതെല്ലാം നിനക്ക് സൗജന്യമായി ലഭിക്കാനുള്ളതാണ്. കാരണം നീ അപ്പൻ്റെ മകനാണ്. റോമാക്കാർക്ക് ലേഖനം 8:17 പറയുന്നു, മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്, ഔദാര്യമല്ല. രോഗസൗഖ്യം നിന്റെ ദൈവത്തിന്റെ ഔദാര്യമല്ല, അത് നിന്റെ അവകാശമാണ്. സാമ്പത്തിക നേട്ടം അത് നിന്റെ അവകാശമാണ്. എങ്ങനെയാണ് നീ മകനും മകളുമായി മാറുക? മകനും മകളുമായി മാറുന്നത്, എൻ്റെ മക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടി ജീവിതവും സമ്പത്തും വസ്തുവകകളും സ്ഥാനമാനങ്ങളും വിട്ടുകൊടുക്കാൻ ഇന്ന് നിങ്ങൾ തയ്യാറായാൽ, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന് സാക്ഷ്യം നൽകാൻ ഇന്ന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവം അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 93 ദേവഗിരി കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത്, BSc മാത്സ്. ദേവഗിരി കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ റോൾ നമ്പർ 44, ആകെ 46-47 പേരാണ് ഉള്ളത്. ഏറ്റവും അവസാനത്തെ ആളായി ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവിടെ വന്നപ്പോഴും എനിക്കറിയാം, എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കണം, എന്തു വിധേനയും സാക്ഷ്യം വഹിക്കണം. അതുകൊണ്ട് ഇൻ്റർവെൽ ടൈമുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ആഴ്ചയിൽ 2 ഗ്രൂപ്പ്, ഒരു ഇൻ്റർസെഷൻ ഗ്രൂപ്പ്, ഒരു പ്രയർ ഗ്രൂപ്പ്, വീക്കെൻഡുകളിൽ പ്രോഗ്രാമുകൾ, ബാക്കി സമയങ്ങൾ മുഴുവൻ പഠിത്തം. രാത്രി കാലങ്ങളിൽ നന്നായിട്ട് പഠിക്കും. ഒറ്റ ക്ലാസ് പോലും ബങ്ക് ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ പ്രതി എവിടെയും ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലരും ക്ലാസ് ബങ്ക് ചെയ്യുമ്പോൾ, കട്ട് ചെയ്യുമ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്യില്ല. പക്ഷേ എൻ്റെ ഇൻ്റർവെൽ ടൈമുകളും വീക്കെൻഡുകളും ഈവനിങ്ങുകളും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചു. സംഭവിച്ച അത്ഭുതം ഇതാണ്: ഏറ്റവും അവസാനത്തെ ആളായി ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്തെങ്കിൽ, 44ാമത്തെ ആളായി കയറിയെങ്കിൽ, ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ 10 പേരിൽ ഒരാളായി 73% മാർക്കോടെ ഞാൻ പാസ്സായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതം, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഓരോ നിമിഷവും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമായിരിക്കും, ഒരു സംശയമില്ല. ഞാൻ ദേവഗിരി കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. ഇന്ന് വരെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച തീരുമാനം. പഠനത്തിൽ നന്നായിരുന്ന, എൻ്റെ വീട്ടിലെ ആകപ്പാടെ പഠിക്കുന്ന ഏറ്റവും ഇളയ മകനായ എന്നിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുന്ന കുടുംബത്തിന് മുമ്പിൽ ഞാനൊരു ചോദ്യചിഹ്നവുമായി ചെന്നു. ഡിഗ്രിക്ക് ശേഷം ഞാൻ പറഞ്ഞു, 1 വർഷം ഞാൻ പഠിത്തം മാറ്റിവെക്കുകയാണ്, 1 വർഷം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുവിന് കൊടുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ചപ്പും ചവറും കൊടുക്കുന്നത് ക്രിസ്തുവിന് സ്വീകാര്യമല്ല. 40ാമത്തെ 50ാമത്തെ വയസ്സിൽ പോയി ക്രിസ്തുവിനെ പ്രഘോഷിക്കാം എന്ന് വിചാരിക്കുന്നത് വ്യർത്ഥതയാണ്. ജീവിതത്തിൽ ഊരുള്ള സമയം, ഉശിരുള്ള സമയം, 4 കാലം നിൽക്കുന്ന സമയം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കണം. 1 വർഷം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കോഴിക്കോട് ജില്ലയിലെ മിക്കവാറും എല്ലാ ക്യാമ്പസുകളിലും എല്ലാ പ്രദേശങ്ങളിലും 1 വർഷം കൊണ്ട് സഞ്ചരിച്ചു. ഹോസ്പിറ്റലുകൾ, കുഷ്ഠരോഗ ആശുപത്രികൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ പോയി. 1 വർഷത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ ടെസ്റ്റ്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ പൈസയില്ല. എറണാകുളത്ത് വന്ന് ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്തു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. MBAക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്. അഡ്മിഷൻ എടുത്തു. വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു. അഡ്മിഷൻ എടുക്കാൻ വന്ന അന്ന് തന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. എറണാകുളത്ത് ജോലിക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷനും കൊടുത്തു. അങ്ങനെ വൈറ്റിലയിൽ എനിക്കൊരു ജോലി കിട്ടി. ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ചെറിയ ചെറിയ ഡബ്ബ കാര്യങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ
ഒരു ഡബ്ബ വിറ്റാൽ ഐ വിൽ ഗെറ്റ് 25 rupees. ഇത് രണ്ട് കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു, ദിസ് ദ 2 options അവൈലബിൾ. ഒന്നുമില്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാം, അതല്ലെങ്കിൽ പഠിക്കാൻ പോകാം. അപ്പം പറഞ്ഞു, വീട്ടിലെ സിറ്റുവേഷൻ നിനക്കറിയാം, പഠിപ്പിക്കാനുള്ള സാഹചര്യമില്ല. കാരണം എല്ലാ മാസവും 3500 rupees, 3500 രൂപ എല്ലാ മാസവും ഫീസ് അടയ്ക്കണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വർഷത്തിൽ 1-2 പ്രാവശ്യം അടയ്ക്കാൻ പറ്റുമായിരിക്കാം, വിളവെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ അടയ്ക്കാൻ പറ്റുമായിരിക്കാം, അല്ലാത്ത സമയത്ത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദെൻ സ്റ്റേ, ഫുഡ്, ഒന്നിനുള്ള സാധ്യതയില്ല. തിരിച്ച് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്തിട്ട് ശേഷം ഞാൻ പഠിച്ചോളാം. പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ബസ് കയറി കോഴിക്കോടെത്തി. കോഴിക്കോട് നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. കോഴിക്കോടെത്തി ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫോൺ ചെയ്യുകയാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പഠിക്കുന്നില്ല, വീട്ടിൽ കാശില്ല എന്നുള്ള കാര്യം. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ അറിയാമായിരുന്നു എൻ്റെ വീട്ടിലെ സ്ഥിതി. എൻ്റെ കോഴിക്കോട് വന്നിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എൻ്റെ കൂട്ടുകാരന് ഫോൺ ചെയ്യുക. ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നവൻ്റെ അമ്മയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നും എനിക്ക് അത്ഭുതമായി അമ്മയുടെ വാക്ക് ഞാൻ കേട്ടു. അമ്മ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നുണ്ട്, പഠിക്കാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ ജോലി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ നീ പേടിക്കണ്ട, എൻ്റെ മകൻ ഇന്നലെ തന്നെ നിനക്ക് വേണ്ടി ഒരു ബ്ലാങ്ക് ചെക്കുമായി എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്, നിനക്ക് ആവശ്യമുള്ള പൈസ എഴുതിയെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നോക്ക്, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, ആദ്യത്തെ 8500 rupees ഈസ് ഓക്കെ, അടുത്ത 11 മാസം 3500 രൂപ വെച്ച് ഞാൻ ഫീസ് അടയ്ക്കണം, എവിടെ നിന്ന് അടയ്ക്കും? കർത്താവിനോട് ഒറ്റ ഉത്തരേ പറഞ്ഞുള്ളൂ, ഞാൻ നിൻ്റെ അപ്പനാണെങ്കിൽ ഫീസിനെ കുറിച്ച് നീ വിഷമിക്കേണ്ട, ഞാൻ അടച്ചുകൊള്ളാം. ഹല്ലേലൂയ. കണ്ണുമടച്ച് ഞാൻ വിശ്വസിച്ചു. 11 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃത്യമായി ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസും ഇല്ലാതെ ഫീസ് അടച്ച 1-2 പേരിൽ ഒരാൾ ഞാനാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ആദ്യമായിട്ട് ആ കോഴ്സിൽ നിന്ന് ഫസ്റ്റ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ദൈവം എനിക്ക് തന്നു. എൻ്റെ സഹോദരങ്ങളെ, ജീവിതം മുഴുവൻ അത്ഭുതമായി മാറുന്നത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ്. സാക്ഷ്യം വഹിക്കാനുള്ള തീരുമാനം ആത്മാവിൻ്റെ പുതിയൊരു കത്തൽ നിന്നിലുണ്ടാക്കും. അത് നിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിക്കും. ശരീരത്തിലും മനസ്സിലും സമ്പത്തിലും വസ്തുക്കളിലെല്ലാം ആത്മാവിന് സാക്ഷ്യം വഹിക്കാൻ നീ തീരുമാനിക്കുന്ന അന്ന് തൊട്ട് ദൈവം ഇത് ഏറ്റെടുക്കും. എല്ലാ കാര്യത്തിലും. എറണാകുളത്തേക്ക് വരുമ്പോൾ ഒരു ആളെയും പരിചയമില്ല, പക്ഷേ നീ വിവാഹം കഴിച്ചിരിക്കുന്ന എറണാകുളത്ത് നിന്ന്, അതും ദൈവം കൊണ്ടുവന്ന്. 25-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം കഴിച്ചു. ഇന്ന് എനിക്ക് 8 കുട്ടികളുണ്ട്. ഹല്ലേലൂയ. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. ഓക്കെ. സംഭവിച്ചത് അതും ദൈവത്തിൻ്റെ വലിയ ഇടപെടല. സംഭവിച്ചെങ്ങനെയാണ്? ഞാൻ 24 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു, വിവാഹം എനിക്ക് വേണ്ടി ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അമ്മയൊക്കെ തകൃതിയായിട്ട് വിവാഹം അന്വേഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എനിക്കുള്ള ആൾ. കാരണം ഞാൻ 91-ൽ എൻ്റെ അപ്പനെ കണ്ടെത്തിയതാണ്. അപ്പൻ സ്വർഗത്തിലാണെന്ന് മനസ്സിലായി. എനിക്കുള്ള ആളെ എനിക്ക് ദൈവം കൊണ്ടുതരും. അപ്പം അമ്മ പറഞ്ഞു, സാധാരണ പെണ്ണുങ്ങളെ തേടിയൊക്കെ ആണുങ്ങൾ വരാറുണ്ട്, ആണുങ്ങളെ തേടി ഇങ്ങനെ പെണ്ണുങ്ങൾ വരിക. പറഞ്ഞു, എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് സമർപ്പിച്ചതാണ്, അതുകൊണ്ട് പേടിക്കേണ്ട, സമയത്ത് വന്നോളും. 25-ാമത്തെ വയസ്സിൽ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരത്തെ കുർബാന, 6:15 കുർബാന, 7 മണിയോടുകൂടി കുർബാന കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പുറത്തുനിന്ന് വരണം. തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ചായ മേടിച്ച് എന്ന് എന്നോട് പറഞ്ഞു, ബയോഡേറ്റ വേണം. എന്തിനാണ് ബയോഡേറ്റ? ബയോഡേറ്റ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്, പെൺകുട്ടിക്ക് കൊടുക്കാനാണ്. പിറ്റേ ദിവസം പോയി പെണ്ണ് കണ്ടു. ഒരാഴ്ച കൊണ്ട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്തെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെയും, വാട്ട് എവർ ഇറ്റ് ഈസ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് ഒരു ദൈവം മുന്നേ നടക്കും. എപ്പോൾ? ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ നീ തീരുമാനം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കലാണെന്ന് തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരത്ഭുതത്തിനും ഒരു അടയാളത്തിനും പഞ്ഞുണ്ടാവില്ല. അല്ലാത്തവർ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതിന് വേണ്ടി ഇങ്ങനെ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് ധ്യാനകേന്ദ്രങ്ങളിലേക്ക്, പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ എൻ്റെ സഹോദര സഹോദരി, നിനക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിക്കും. എന്നാൽ സാക്ഷ്യം വഹിക്കാൻ എന്ന് തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റും, പീഠത്തിന്മേലുള്ള വിളക്കായിട്ട് മാറ്റും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ലൂക്കയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 25 മുതൽ നമ്മൾ കാണുന്ന, നമ്മൾ എല്ലാ പ്രാവശ്യം കേൾക്കുന്ന ഒരു വചനഭാഗമുണ്ട്. നല്ല സമരക്കാരൻ്റെ ഉപമയാണ്. നല്ല സമരക്കാരൻ്റെ ഉപമയിൽ ഇങ്ങനെ കാണുക, ഒരു മനുഷ്യൻ വഴിയരികിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ 2 പേര് ആ വഴി വന്നു. ആരൊക്കെയാണ്?
ഒരു പുരോഹിതനും ഒരു ലേവായനും. ഇങ്ങനെയാണ് വചനം പറയുന്നത്. രണ്ടുപേര് കണ്ടു, രണ്ടുപേര് കടന്നുപോയി. രണ്ടുപേര് കണ്ടു, കടന്നുപോയി. മൂന്നാമത്തെ സമരിയക്കാരൻ, ഇവനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സമരിയക്കാരൻ കടന്നു വരിക. എന്നാൽ അവൻ കണ്ട് മനസ്സലിഞ്ഞ് ഇവന്റെ മുറിവുകൾ വെച്ച് കെട്ടി, സ്വന്തം കഴുതപ്പുറത്ത് കയറ്റി, സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത്, അവന്റെ അന്നത്തെ അധ്വാനെല്ലാം മാറ്റിവെച്ച് ഇവന് വേണ്ടി ചെലവഴിച്ചു. കർത്താവ് ചോദിക്കുക, ആരാണ് അയൽക്കാരൻ എന്ന് പറയുന്ന? അവൻ പറഞ്ഞു, നല്ല സമരിയക്കാരനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക, നീ ജീവിക്കും. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ ലേവായനും പുരോഹിതനും എന്തുകൊണ്ട് ഈ കടന്ന മനുഷ്യന് ശ്രദ്ധിച്ചില്ല? അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടായിരുന്നോ? തിരിച്ചറിവില്ലാത്തതുകൊണ്ടായിരുന്നോ? ഇതൊന്നുമല്ല. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. അത് ഏത് തുറയിൽപ്പെട്ട ആളായാലും, പഠിക്കുന്ന ആളാണെങ്കിലും, ഉദ്യോഗമുള്ള ആളാണെങ്കിലും, അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും, അത് ടീച്ചറായാലും, എല്ലാവർക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇന്നത്തെ കാലഘട്ടം തരുന്ന ഒരു വെല്ലുവിളിയാണ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് തെറ്റായ ബോധ്യം. എന്താണ് പ്രധാനപ്പെട്ടത് എന്ന തിരിച്ചറിവില്ലാതെ അപ്രധാനമായതിനു വേണ്ടി ഓടുകയും ചാടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ വളർന്നു വരികയാണ്. അത് ആത്മീയതയിലാണെങ്കിലും അങ്ങനെ തന്നെ, പ്രസ്ഥാനങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ യേശു പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഒരു പുരോഹിതനെ സംബന്ധിച്ച്, ലേവായനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ശരീരം പ്രധാനപ്പെട്ടതാണെങ്കിലും, ശരീരത്തിന് വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിലും, ആത്മാവ് അതിലും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം എങ്ങനെയാ പറയണത്? അവൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് കിടന്നു. ആരാണ് കള്ളൻ? യോഹന്നാന്റെ സുവിശേഷം 10:10 യേശു പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് നശിപ്പിക്കാൻ, മോഷ്ടിക്കാൻ, ഇല്ലാതാക്കാനാണ്. ഏത് കള്ളൻ? ഒറ്റ കള്ളനേ ഉള്ളൂ. അത് നമ്മുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്ന കള്ളനല്ല, നമ്മുടെ ആത്മാവിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളൻ. കർത്താവ് പറയുകയാണ്, കള്ളൻ വരും, മോഷ്ടിക്കും, നശിപ്പിക്കും, ഇല്ലാതാക്കും, കൊല്ലും. ഞാൻ വന്നത് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഈ വഴിയരികിൽ കിടക്കുന്ന വ്യക്തി ആത്മാവ് നഷ്ടപ്പെട്ട വ്യക്തിയും കൂടെയാണ് എന്ന് തിരിച്ചറിയണം. ശരീരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, എന്നാൽ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പന്താവുകളിൽ, നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും പാപത്തിന് അടിപ്പെട്ട ഒരു പിടി ആളുകളുണ്ട്. ഇന്നലകളിൽ നിങ്ങളുടെ കൂടെ പാപം ചെയ്തവർ, ഇന്നലെ നിങ്ങളുടെ കൂടെ പോണോഗ്രഫി കണ്ടവർ, ഇന്നലെ നിങ്ങളുടെ കൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും കൂടെ നിന്നവർ, നിങ്ങളുടെ കസിൻസ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ അയൽപക്കക്കാര്, ബന്ധുജനങ്ങള്, കോളേജിൽ പഠിക്കുന്നവര്, അനേകരെ ഇന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവരുടെ മുമ്പിൽ ഒരു പ്രകാശമായി മാറണം. ഇവരിലെ അന്ധകാരം നീ മാറ്റാൻ തയ്യാറാകുമ്പോ, ഈ വഴിയരികിൽ കിടന്ന മനുഷ്യനെ, ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യനെ സമരിയാക്കാരൻ കണ്ടെത്തിയതുപോലെ നീയും കണ്ടെത്തണം. സ്വന്തം ജീവിതചര്യകൾക്കിടയിൽ ഈ പിശാച് ആക്രമിക്കപ്പെട്ട, പാപം ചെയ്ത് കിടക്കുന്ന മനുഷ്യനിലേക്കുള്ള ഗതിമാറ്റത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് സ്നേഹം. ജീവിതത്തിലെ ഒരു വഴിമാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ചുറ്റുമുള്ള അനേകര് പാപം ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ പഠനം എങ്ങനെയാണ് ഏറ്റവും നല്ലതാകുക? നമ്മുടെ ജോലി എങ്ങനെയാണ് ഏറ്റവും മനോഹരമാകുക? ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യുമ്പോൾ നിന്റെ ജോലിയിലും നിന്റെ സമ്പത്തിലും എല്ലാം ദൈവം അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തും. പക്ഷേ നീ ആദ്യം ചെയ്യണം, ചുറ്റുമുള്ള പാപം ചെയ്യുന്ന അനേകരോട് ക്രിസ്തുവിനെ കുറിച്ച് പങ്കുവെക്കണം. അവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് മാറാൻ നീ തയ്യാറാണെങ്കിൽ നിനക്കുള്ളതെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും.